ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ഡേ വിത്ത് റിവ്യൂസ്. അപ്പം നമ്മുടെ രജനീകാന്തിൻ്റെ പുതിയ പടം നമ്മുടെ ഒക്ടോബർ 10 എത്തുകയാണ്, വേട്ടയാൻ. ഈ പടത്തിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് നമ്മൾ എയർപോർട്ടിൽ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഹൈപ്പുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് എന്തൊക്കെ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് തിയേറ്ററിൽ കാണാനുള്ള ഭയങ്കര അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയ ഒരു പടം ഉണ്ടായിരുന്നു, ഗോട്ട്. അയ്യോ, അത് എനിക്കൊന്നും പറയാനില്ല. സ്റ്റേഡിയത്തൊക്കെ കാണിച്ചു വെച്ചേക്കണ അപരാധങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഞാൻ ഫാൻ ഫൈറ്റ് പരിപാടിയിട്ടല്ല പറയണത്, പക്ഷേ ആ സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചേക്കണ കണ്ട അതൊക്കെ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോയി. വല്ല ഗ്രീൻ മാറ്റൊക്കെ ഇട്ട്, ഇവിടെ ഗ്രീൻ മാറ്റും പല സീനുകളും അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കണം. അതൊക്കെ എടുത്ത് വീട്ടിൽ വെച്ച് അങ്ങനെ ഗ്രീൻ മാറ്റ് ഇട്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. ആകെ കുറേ ബൈക്ക് സ്റ്റണ്ട് മാത്രം ചാടി ഇതിനകത്തൂടെയൊക്കെ പറത്തുന്ന സീനുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്ന് തോന്നണത് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേട്ടയാൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. എന്തരാണ് പരിപാടി, വേട്ടയാനാവോ വേട്ടാവളിയനാവോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ടീസർ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി സംഭവമാണ്. പിന്നെ അതുപോലെ അനിരുദ്ധാണ് സംഭവം മ്യൂസിക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എയറിലാക്കി നിർത്തും. ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല സൂപ്പർ സാധനമായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ട്രെയിലർ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സമരമാണ് തുടക്കത്തില്. ആ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. கொலபாதகம். இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்துல என்கவுண்டர் பண்ணியா? தேவையில்லை சார். ஒரு வாரம் ரொம்ப அதிகம். அண்ணன் வந்தடா மானே. அந்த நடை போதும் அண்ணே, நடை போதும், அந்த நடை போதும். சூப்பர் ஸ்டார் ரஜினி. Justice delayed is justice denied. അമിതാഭ് ബച്ചൻ. Justice hurried is justice buried. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജിനൊത്ത റോള് ചെയ്യണ ഒരേ ഒരു നടനേ ഉള്ളൂ ഇപ്പം നിൽക്കുന്നതിൽ, ഞാൻ കണ്ടിട്ടുള്ളതിൽ അമിതാഭ് ബച്ചനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റണ ആ ഒരു റേഞ്ചിലുള്ള റോളുകൾ അദ്ദേഹം ചെയ്ത് അദ്ദേഹം അടിപൊളിയായിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നോക്കാം. എന്തായാലും ഇതിലും രജനീകാന്തിൻ്റെ എതിര് നിൽക്കുന്ന ആളാണോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ ആണെങ്കിൽ പാടപ്പെടാം. അമിതാഭ് ബച്ചൻ കുറെ കരയും. ദുഗബട്ടി ദുഗബട്ടി ഫാസിൽ. അതെന്തൊരു കൊലപാതകം കൂടി, കിടില സാധനം കേട്ടോ. ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്, ഇങ്ങനൊരു സെറ്റപ്പ്. കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു സെറ്റപ്പ്. കല്ലുകൊണ്ട് എന്നെ മറ്റേ കരിങ്കല്ല് കൊണ്ട് മണ്ടയെക്കൂടെ അടിച്ച് തള്ളിക്കൊണ്ട് പരിപാടി കൊള്ളാം. പടത്തിലെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ആദ്യം കണ്ടില്ല, ഒരു കൊലപാതകവും സെറ്റപ്പുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രൂട്ടലിയായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു. சார், அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்காங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ், வெப்பன்ஸ் பவர் இருந்தும் ஒரு கிரிமினல் அட்ரோல் பண்ணிட்டு இருக்காங்க சொன்னா அங்க போலீஸ் சரியா வேலை செய்யல அர்த்தம். சும்மா பேசிட்டு இந்த ப்ராப்ளம் இல்ல, அவனை தூக்குவா. காட் இட். ആ സാധനം കണ്ടാ, ഡയലോഗ് കണ്ടാ, കട്ട കട്ട കട്ടാന്ന്. അൻപറിവാണ് ആക്ഷേപം. நீதியான நாங்க நம்பி இன்னொரு அநீதியால என்ன அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கையில் எடுக்கிறது தப்பில்லை ஜட்ஜ் சார். ഓ ഇടി, കിണ്ടലിടി. ചെറുപ്പക്കാരൻ. நீங்க என்ன எந்த போஸ்ட்ல தூக்கி அடிச்சாலும் நான் அதே
போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. എന്തിരെ എന്നെ ആരാലെയും അഴിക്കാൻ മുടിയാതെ ആ സാധനം അങ്ങനത്തെ ഡയലോഗ്. നാൻവേൽ ഒക്ടോബർ 10. അപ്പം എന്തായാലും പടം ഫസ്റ്റ് ഷോ എന്തായാലും കാണും. ഒന്ന് രജനീകാന്തിൻ്റെ പടമാണ്, പിന്നെ ഡയറക്ടർ നാൻവേലാണ്, അതിൽക്കുപരി നമ്മുടെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ രജനീകാന്ത്. എന്നമോ പണ്ണപ്പോറ എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. ഇതിലെ സാധനങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെറ്റായിട്ടുണ്ട്, അന്യായിക്കിടിലെ സാധനം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി തന്നെയായിരിക്കും. പിന്നെ കഥ ക്ലീശയാണോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. നമുക്കിപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു കൊലപാതകം നടക്കുന്നു, ആ കൊലപാതകയെ പിടിക്കണമെന്ന് പറയുന്നു. ആ കൊലപാതകം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മറ്റേ പൈസ ഉള്ള ഏതെങ്കിലും വലിയ കിടിലങ്ങൾ വല്ലതും ആയിരിക്കും. അപ്പോൾ എൻകൗണ്ടർ വേണമെന്ന് ആവശ്യം വരുന്നു. അങ്ങനെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായിട്ട് രജനീകാന്ത് എത്തുന്നു എന്ന് തോന്നുന്നു. ഇത്രയൊക്കെയാണ് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായത്. അപ്പോൾ നമ്മളെ അമിതാഭ് ബച്ചൻ വന്നിട്ട് എൻകൗണ്ടറിന് എതിരായിട്ട് നിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഒരു അനീതിയെ തുടയ്ക്കേണ്ടത് മറ്റൊരു അനീതി കൊണ്ടാവരുത് എന്നൊക്കെ പറയാനുണ്ടായിരുന്നു ഡയലോഗ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ നിൽക്കുന്നതായിരിക്കും. വില്ലൻ റാണ ദഗബട്ടി ആയിരിക്കും. ഇതിൽ ഫഹദ് ഫാസിൽ ആരെന്നൊരു ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തിനാണെന്നുള്ളത്. അപ്പോൾ എല്ലാം ഒക്ടോബർ 10 കാണാം. എന്തായാലും രജനീകാന്തിൻ്റെ ഐക്കോണിക് നടത്തവും സാധനങ്ങളും ഒക്കെ എല്ലാം അതിനകത്ത് എന്തായാലും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും മറ്റേ പാട്ടും കൂടെ വന്നല്ലോ, വെട്ടാൻ വേണ്ടല്ല സീന കിട്ടാൻ വേണ്ടല്ല ആ സാധനം, അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് തിയേറ്റർ പൂരപ്പറമ്പാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും പടം ഫസ്റ്റ് ഷോ കണ്ടിട്ട് റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക എന്നുള്ളത് മാത്രം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കേ വീഡിയോ ഇടാറുള്ളൂ. ഇപ്പോൾ ഭയങ്കര ഷോക്ക്, ഇടയ്ക്കൊരു പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ പടങ്ങളൊക്കെ കണ്ടു, പക്ഷേ റിവ്യൂ പറയാനൊന്നും സൗണ്ട് തൊണ്ടയൊക്കെ അടിച്ചു പോയി ചമ്മന്തി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് തുടർന്നും എല്ലാ വീഡിയോകളും ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.